അപ്പൊ ഒരു മരണം നടന്നാൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, വേഗം കൊണ്ട് മറവ് ചെയ്യലാണ് വേണ്ടത്. ചില സ്ഥലങ്ങളിലൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ കാത്ത്, മരുമക്കളെ കാത്ത് ജനാസ മണിക്കൂറുകളോളം അല്ല ദിവസങ്ങളോളം വെക്കുന്ന, മറമാടാതെ കബറടക്കാതെ വെക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിന് ന്യായം അവർ പറയുന്നത് മകൻ വന്ന് ഒന്ന് കാണണ്ടേ, അല്ലെങ്കിൽ മകൾ വന്നൊന്ന് കാണണ്ടേ. ഈ കാണുക എന്ന സംഗതി അതൊരു ഇബാദത്തല്ല. കാണുക എന്ന സംഗതി സുന്നത്ത് പോലുമില്ല. അത് മകനാകട്ടെ മകളാകട്ടെ, കാണുക എന്നത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്തിനോടുള്ള കടമ, മര്യാദ എത്രയും പെട്ടെന്ന് കൊണ്ട് അടക്കുക എന്നതാണ്. നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യന് ഈ ഭൗതിക ലോകത്തുണ്ടാകുന്ന വേദനകളിൽ ഏറ്റവും വലിയ വേദന മരണവേദനയാണ്. മരണവേദനയാണ്. ആ മരണവേദനയേക്കാൾ വലിയ ഒരു വേദന ഭൗതിക ലോകത്ത് വേറെയില്ല. ഒരാളെ കുത്തിക്കൊല്ലുന്നു, അതിനേക്കാൾ 10 മടങ്ങ് വേദന മരണത്തിനുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ ഹവ്വിൻ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന്റെ മരണവേദന നീ എളുപ്പമാക്കണേ റബ്ബേ, പ്രയാസപ്പെടുത്തല്ലേ, മരണവേദന കുറച്ചു കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആയിരുന്നില്ലേ, ഇന്നലിൽ മൗതി, തീർച്ചയായും മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് മോളെ ഫാത്തിമ. മുത്തുനബി തങ്ങൾ ഫാത്തിമ ബീവിയോട് മരണസമയത്ത് പറഞ്ഞതൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയുന്നില്ലേ? വല്ലാത്ത വേദനയാണ്. ആ വേദന കഴിഞ്ഞ ഉടനെ, അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പോലും മയ്യത്തിനെ ഇട്ടിങ്ങനെ ഒലയ്ക്കാൻ പാടില്ല. ചില ആളുകള് പോത്തിനെ തേച്ചു കുളിപ്പിക്കുന്നത് പോലെയാ മയ്യത്ത് കുളിപ്പിക്കുക. അങ്ങനൊന്നും പാടില്ല. മയ്യത്തിന് വേദന ഉണ്ടാവും. വളരെ സാവകാശം മൃദുലമായിട്ട് വേണം മയ്യത്ത് പരിപാലനം നടത്താൻ, മയ്യത്തിനെ കുളിപ്പിക്കാൻ, മയ്യത്തിനെ എടുത്തു വെക്കാൻ വളരെ മൃദുവായി. ചില ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ മയ്യത്തിന്റെ അഴുക്കുകൾ നീക്കുന്നത് കാണണം. സുബ്ഹാനല്ലാഹ്. വിരലിൽ ചിലരും കയ്യുറയിട്ട് അല്ലെങ്കിൽ തുണി ചുറ്റിയിട്ട് മയ്യത്തിന്റെ പിൻദ്വാരത്തിന്റെ അകത്തേക്ക് കൈകുത്തി കയറ്റി ചില വൃത്തിയാക്കുന്ന വലിയ ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. ഒരു വിവരവുമില്ലാത്ത ആളുകൾ മയ്യത്തിനെ പ്രയാസപ്പെടുത്തുകയാണ്. ഇത് നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളും മരിക്കേണ്ടവരാണ്. നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മയ്യത്ത് ആരാണ് കുളിപ്പിക്കുക നമുക്കറിയില്ല. അതുകൊണ്ട് മക്കളെയെങ്കിലും നല്ല രൂപത്തിൽ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു വെക്കണം. ആ മക്കൾ നമ്മളെ കുളിപ്പിക്കും. അല്ലെങ്കിലോ ഏതെങ്കിലും വിവരമില്ലാത്തവൻ വന്ന് പോത്തിനെ കുളിപ്പിക്കും പോലെ പല സ്ഥലത്തും കാണുന്നതാണ്, മൃഗങ്ങളെ കുളിപ്പിക്കുന്നത് പോലെ. അതിനെക്കാട്ടിലും എന്ന് വേണമെങ്കിൽ പറയണം, അത്രത്തോളം ഇട്ടു ആകെ മയ്യത്തിനെ പ്രയാസപ്പെടുത്തി. കാരണം ഏറ്റവും വലിയ ഒരു വേദന കഴിഞ്ഞതേ ഉള്ളൂ, മരണമാകുന്ന വേദന. അതിന്റെ വേദന പൂർണ്ണമായും വിട്ടുമാറാതെ കിടക്കുന്ന ആ ശരീരത്തിനോട് നമ്മൾ മയം കാണിക്കണം. ഒരു സർജറി, ഒരു മേജർ സർജറി കഴിഞ്ഞ ഒരു രോഗി എത്ര വേദന എടുത്തിട്ടുണ്ടാവും. മയക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ആ രോഗി സർജറി കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങി വന്ന ഉടനെ ആ രോഗിയെ ഇടങ്ങേറ് ചെയ്യാതെ, ശരീരത്തെ ഒലയ്ക്കാതെ അല്ലേ, ഹോസ്പിറ്റലിൽ പോലും റെസ്റ്റ് എടുത്തിട്ടാണ് വീട്ടിലേക്ക് വിടുക. അപ്പൊ ആ വേദന വിട്ടുമാറിയിട്ടില്ല. അതിനേക്കാൾ 10 മടങ്ങ് 100 മടങ്ങ് വേദനയല്ലേ മരണവേദന. ആ മരണവേദന കഴിഞ്ഞ്, ആ മരണവേദന അനുഭവിച്ച് കഴിഞ്ഞ ആ മയ്യത്തിനോട് മയമായി പെരുമാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? ചില ആളുകൾ വയറൊക്കെ
ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിനെ ചാരിയിരുത്തി മയ്യത്തിന്റെ വയറ് ഒന്ന് തടകി കൊടുക്കണം. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ചില ആളുകൾക്ക് അമുക്കണത് കണ്ടാൽ കൊടല് പോലും, വയറ്റിന്റെ അകത്ത് കിടക്കുന്ന കൊടല് പോലും വെളിയിൽ ചാടും. ആ രൂപത്തിൽ പ്രസ് ചെയ്ത് വല്ലാണ്ട് അമർത്തി തടകുന്നത് കാണാം. അതൊക്കെ വലിയ തെറ്റാണ്, മയ്യത്തിനോട് കാണിക്കുന്ന വലിയ അപരാധമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മയ്യത്തിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല, മയ്യത്തിനെ വേദനിപ്പിക്കാൻ പാടില്ല. ഇനി ഞാനും ചോദിക്കട്ടെ, നിങ്ങള് വീട്ടിൽ AC ഉണ്ടെങ്കിൽ ആ ACക്കകത്ത് എത്ര സമയം നിങ്ങൾ ആ AC ഓണാക്കിയിരിക്കും? ഒരു 10 മിനിറ്റ് കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോ ആ AC നിങ്ങൾ ഓഫാക്കാറില്ലേ? പിന്നെ അതിൽ നിന്നുണ്ടായ നേരത്തെ വന്ന ആ തണുപ്പ് ഫാനിട്ട് കറക്കി നമ്മളിങ്ങനെ ആസ്വദിച്ച് അങ്ങനെ കിടക്കും അല്ലേ? അതോ ഫുള്ള് AC-യിൽ തന്നെ ഇങ്ങനെ അത് ഓഫാക്കാതിരിക്കുമോ? ചിലയിടത്താണെങ്കിൽ അതിന്റെ തണുപ്പ് കുറച്ചു വെക്കും അല്ലേ? എന്നാൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണവേദന കഴിഞ്ഞ ഉടനെ കിടക്കുന്ന ആ മയ്യത്തിനെ എടുത്ത് ഫ്രീസറിലേക്ക്, മൊബൈൽ മോർച്ചറിയിലേക്ക് വെക്കുകയാണ്. മൊബൈൽ മോർച്ചറിയിലേക്ക് വെക്കുകയാണ്. AC-യിൽ ഇരിക്കുന്നത് പോലെയല്ല മോർച്ചറിക്കകം. അതറിയണമെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്ത് കയറിയിരിക്കണം അല്ലേ? അല്ലെങ്കിൽ ഫ്രീസറിന്റെ അകത്ത് കയറിയിരിക്കണം. സുബ്ഹാനല്ലാഹ്, എത്ര സമയം ഒരു ജനാസയോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അപമര്യാദയാണ്, അങ്ങേയറ്റത്തെ അനാദരവാണ്, പ്രയാസപ്പെടുത്തുകയാണ്. എത്ര സമയം മൊബൈൽ മോർച്ചറിക്കകത്ത് വെച്ച് തണുപ്പിച്ച് ഐസ് കട്ട പോലെയാക്കി എടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതിന് മക്കള് കൂട്ടുനിൽക്കുക, ബന്ധുക്കൾ വീട്ടുകാർ കൂട്ടുനിൽക്കുകയാണ്. ആർക്കോ വേണ്ടി? ഇനി ആരുമല്ല, സ്വന്തം മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ, മരുമകനായിക്കോട്ടെ. ഈ ജനാസ അനുഭവിക്കുന്ന വേദന, ഒരു വേദന കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു കഠിനമായ വേദന വീണ്ടും ഫ്രീസറിന്റെ അകത്ത്, മൊബൈൽ മോർച്ചറിക്കകത്ത് വെച്ച് മയ്യത്തിനെ അനുഭവിക്കുകയാണ്. എന്ത് ക്രൂരതയാണ്, എന്ത് ക്രൂരതയാണ്! സുബ്ഹാനല്ലാഹ്, ഒരിക്കലും പാടില്ല. അപ്പൊ മയ്യത്തിനോട് അനാദരവ് കാണിക്കാൻ പാടില്ല. ഈ ഫ്രീസറിൽ അല്ലെങ്കിൽ മൊബൈൽ മോർച്ചറിയിൽ വെക്കുന്നത് ഇതെല്ലാം മയ്യത്തിനോടുള്ള കഠിനമായ അനാദരവിൽപ്പെട്ടതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങൾ മുമ്പ് ദുആയിരുന്നത്, റബ്ബേ, ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ ശരീരം വെട്ടി കീറേണ്ടി വരുന്ന കോലത്തിലോ മൊബൈൽ മോർച്ചറിയിൽ വെക്കേണ്ടുന്ന രൂപത്തിലോ ഉള്ള ഒരു മരണം ഞങ്ങൾക്ക് നീ തരല്ലേ റബ്ബേ. ഒരു കഠിനമായ വേദന കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഒരു വേദന അതിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ ആ ജനാസ അങ്ങനെ ആർക്കും വേണ്ടി, ഒരാൾക്കും വേണ്ടി കാത്തുവെക്കാതെ എത്രയും വേഗത്തിൽ അടക്കാനുള്ള മാർഗങ്ങൾ ചെയ്യണം എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. വൽ മുറാദു ബിൽ ഇസ്റാഇ ബിൽ ജനാസതി, ജനാസ എത്രയും പെട്ടെന്ന് വേഗം മറമാടണം, അതിനുവേണ്ടി വേഗത്തിലാക്കണം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? കുളിപ്പിക്കുക, നന്നായി കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, ചുമന്നുകൊണ്ട് പോയി പള്ളിയിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്യുക എന്നതാണ്. അല്ലാതെ ധൃതി കാണിച്ച് മയ്യത്തിനിട്ട് ഇളക്കി മറിക്കലല്ല ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല നമുക്ക് നന്നായി മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.